ചേട്ടാ ചായ നല്ല കേട്ടോ, നല്ല ടേസ്റ്റ്. എടാ രാമു, നീ ഇവിടെ ഇരിക്കുവാ, ഞാൻ നിന്നെ എവിടെ തിരക്കുന്നറിയോ? നീ എപ്പോ വന്നു? എന്താടാ? വാ, എനിക്ക് ചായ കുടിക്കാം. എടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ജോലിയുടെ കാര്യമാ. എന്താടാ പറ. എടാ, ശമ്പളം ഒരുപാട് കിട്ടുന്ന ജോലിയാ, പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമെന്നേ ഉള്ളൂ. അപ്പം ജോലിയൊന്നും അല്ലല്ലോ, വല്ല കൊട്ടേഷനോ വല്ല ആയിരിക്കും അല്ലേ? അതെ അതെ, കൊട്ടേഷൻ എന്നും പറയാം. ജോലി എന്ന് പറയുമ്പോൾ സ്ഥിരമായിരിക്കണം. ഇതങ്ങനല്ല, നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല എമൗണ്ട് കിട്ടും. അത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. പിന്നെ ജോലിക്ക് പോകുന്നതിനേക്കാളും ലാഭം. നടക്കട്ടെ, പറ എന്താ കാര്യം. നമ്മുടെ നാട്ടിലെ പോലീസ് കുറേ നാൾ കൊണ്ട് ആവലാതിപ്പെട്ട് നടക്കുക. റെഡ്മാൻ്റെ ശല്യം നിനക്കറിയാമല്ലോ. റെഡ്മാനെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതൊക്കെ എനിക്കറിയാം. അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എടാ, അതിലാ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കും. എടാ, നീ വളച്ചിട്ടില്ലാതെ കാര്യം പെട്ടെന്ന് പറ. എടാ, നമ്മൾ പോലീസിനെ സഹായിക്കാനായിട്ട് ഇറങ്ങുന്നു, റെഡ്മാനെ പിടിക്കാൻ വേണ്ടി. എങ്ങനെയുണ്ട്? നീ എന്ത് പറയുന്നത്? നടക്കുന്ന കാര്യം വല്ലതാണോ ഇത്? നിന്നോട് ആരും ഇതൊക്കെ പറഞ്ഞു തന്നത്? എടാ, എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരനുണ്ട്. ആ പുള്ളിയാണ് പറഞ്ഞത്. രഹസ്യമായിട്ട് വളരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ റെഡ്മാനെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് അവർ പാരിതോഷികം നൽകുന്നുണ്ട്. എത്ര 5 കോടി എന്തോ പാരിതോഷികം. 5 കോടിയോ? ഉള്ളവനാണോ നീ പറയുന്നത്? അതേടാ, സത്യം തന്നെയാണ്. നമുക്കിറങ്ങി തിരിച്ച് നമുക്ക് 5 കോടി നേടിയെടുക്കാം. റെഡ്മാനെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ നമുക്കത് സാധിക്കുമോടാ? ശ്രമിച്ചു നോക്കാം. കിട്ടിയാൽ 5 കോടി, പോയാലൊന്നുമില്ല. പോയാലൊന്നുമില്ല എന്ന് പറയാൻ വരട്ടെ, പോയാൽ നമ്മുടെ ജീവൻ തന്നെയായിരിക്കും ആപത്താവുന്നത്. എന്തായാലും ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. നീ സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലത്. ശരി, ഞാനും തീരുമാനിച്ചു നിന്റെ കൂടെ വരാൻ. 5 കോടിയല്ലേ, കിട്ടുന്നേ കിട്ടട്ടെ. ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം. ഓക്കെ. റെഡ്മാൻ്റെ താവളം എവിടാന്നുള്ളതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. എടാ, സൂക്ഷിച്ചു വേണേ. എടാ, എനിക്ക് പേടിയാവുന്നു. ഇത് ആ മൂലിക്ക് കാണുന്ന വീട് പോലെ കണ്ടില്ലേ, ചെറിയത്? അവിടെയാ റെഡ്മാൻ ഇരിക്കുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, നിക്കടാ. റെഡ്മാന്റെ കാലില്ലേ കാണുന്നത്? വട, നമുക്ക് ഒളിച്ചിരിക്കുക ഇവിടെ. എന്തൊക്കെ കേൾക്കുന്നു. ആരാ അവിടെ? എന്റെ താവളത്തിൽ ആരോ അതിക്രമിച്ച് കടന്നിട്ടുണ്ടല്ലോ. അനങ്ങല്ലേടാ, മിണ്ടല്ലേ. ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാ? ആഹാ, നീയൊക്കെ ആരാടാ എന്റെ താവളത്തിൽ കയറാൻ? നിന്നെയൊന്നും ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയോ? ഞങ്ങള് വഴി തെറ്റി വന്നതാ. എന്റെ താവളത്തിൽ കയറിയിട്ട് നീയൊക്കെ വഴി തെറ്റി വന്നാണെന്ന് കള്ളം പറയുന്നു. ഇവിടെ വാടാ രണ്ടും. അയ്യോ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. ഇത്ര പെട്ടെന്ന് മറ്റവൻ അപ്രത്യക്ഷമായോ? അയ്യോ, അവനെ എന്നെ ചതച്ചിട്ട് കടന്നു കളഞ്ഞു. എടാ, എനിക്ക് നീയെങ്കിൽ നീ, അവനില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് നീ ആയാലും മതി. ഇന്നത്തെ ഭക്ഷണത്തിനുള്ള വകയായി. എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. അവനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ വഴിക്ക് വന്നിട്ട് നിങ്ങൾ പറഞ്ഞു വഴി തെറ്റി വന്നാണെന്നല്ലേ? അപ്പൊ കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയും കൂടെ ഞാൻ തരാം. രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ പിള്ളേരെ ഞങ്ങളെ സഹായിച്ചത് നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. നിനക്ക് ഇന്ന് ഞങ്ങൾ ശിക്ഷ വിധിച്ചിട്ടുണ്ടടാ. അയ്യോ, എന്നെ കൊന്നേ. ഞാൻ 5 കോടി കിട്ടിയേ.